നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പി സി ജോർജ് ബിജെപിയിലേക്ക് ചേർന്നിരിക്കുന്നു. പി സി ജോർജിന്റെ ജനപക്ഷം എന്ന പാർട്ടി തന്നെ ഇത്തവണ ബിജെപിയുമായി എൻഡിഎയിലേക്ക് അലിഞ്ഞു ചേർന്നു, പ്രത്യേകിച്ച് ബിജെപിയിലേക്ക് ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ പി സി ജോർജ് ബിജെപിയിൽ വന്നും പോയും ഒക്കെ നിന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. പി സി ജോർജ് ബിജെപിയിലേക്ക് വരാനിടയ സാഹചര്യങ്ങൾ നമുക്കറിയാം. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ പ്രസ്താവനകൾ, അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജിന് പല ഘട്ടങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പി സി ജോർജിന് ചില വിഭാഗങ്ങളെ വെറുപ്പിച്ചതുകൊണ്ടാണ് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടായതെന്ന് നമുക്ക് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതായാലും പി സി ജോർജ് ബിജെപിയിലേക്ക് എത്തുമ്പോൾ പോലും പി സി ജോർജിനോടുള്ള വൈരാഗ്യത്തിന് മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില വിഭാഗങ്ങൾ പി സി ജോർജിനെ തകർക്കാനും ഇല്ലാതാക്കാനുമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ, പി സി ജോർജ് അല്ല അവിടുത്തെ സ്ഥാനാർത്ഥി, അവിടെ പി സി ജോർജിനോട് എല്ലാവർക്കും വെറുപ്പാണ്, പി സി ജോർജിനെക്കാട്ടിൽ നല്ല സ്ഥാനാർത്ഥികളുണ്ട്, അത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ്, അല്ലെങ്കിൽ അവിടെ സുരേന്ദ്രനാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന തരത്തിലൊക്കെ പ്രചരണം നടത്തിക്കഴിഞ്ഞു. സുരേന്ദ്രനോടോ ശ്രീധരൻപിള്ളയോടോ ഉള്ള സ്നേഹമല്ല, മറിച്ച് പി സി ജോർജിനോടുള്ള വൈരാഗ്യമാണ് പി സി ജോർജിന്റെ വ്യക്തിത്വത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. പത്തനംതിട്ടയിൽ ആര് മത്സരിച്ചാലും പത്തനംതിട്ടയിൽ ജയിക്കും അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പത്തനംതിട്ടയിലെ ജയസാധ്യതയെ സംബന്ധിച്ച് നമുക്കറിയാം. പി സി ജോർജിന് ഒരു പക്ഷേ മറ്റ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടി ലഭിച്ചാൽ നേരിയ സാധ്യതയെങ്കിലും കൽപ്പിക്കപ്പെടാം. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പോലും കഴിയില്ല. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ഇപ്പൊ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ കാലാവധി തീരുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ ബിജെപി നേതാക്കന്മാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഇവരൊന്നും മത്സരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ജയിക്കാനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കറിയാം, ഒരു ബിജെപിക്ക് യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലം മുതൽ ഇന്ന് വരെ മത്സരിക്കുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ബിജെപി നേതാക്കന്മാർ. ഏതാണ്ട് 10ലേറെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ നേതാക്കന്മാരും ഇപ്പോഴും മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും വീണ്ടും 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 ഈ സീറ്റുകളൊക്കെ തന്നെ പിടിച്ചടക്കണമെന്നും ഈ സീറ്റുകളിൽ മത്സരിക്കണമെന്നുമാണ് കേരളത്തിലെ ഓരോ ബിജെപി നേതാക്കന്മാരുടെയും ചിന്ത. ഇനി പുതിയൊരാൾ വരട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരീക്ഷിക്കപ്പെടട്ടെ, ബിജെപിക്ക് ഗുണം ചെയ്യട്ടെ, കുറെ ആൾക്കാർ കൂടി പാർട്ടിയിലേക്ക് വരട്ടെ എന്ന ചിന്ത പലപ്പോഴും ബിജെപി നേതാക്കന്മാർക്കില്ല എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആരെയെങ്കിലും വെട്ടി ഏതെങ്കിലും തരത്തിൽ സീറ്റ് തലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒട്ടുമിക്ക നേതാക്കന്മാരുടെ ലക്ഷ്യം. പി സി ജോർജും ഷോൺ ജോർജും ഒക്കെ ബിജെപിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതും അതുതന്നെയാണ്. പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ പരിഗണിക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുകയും മറ്റു മാധ്യമങ്ങളെ കൊണ്ടടക്കം, എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ടടക്കം പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വായുവിലും അന്തരീക്ഷത്തിലും ഒക്കെ ഇങ്ങനെ പകരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം എന്നാണ് പലർക്കും മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക്, പെന്തക്കോസ്തുകാർക്കൊക്കെ പി സി ജോർജിനെ വെറുപ്പാണ്, അറപ്പാണ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഏതായാലും പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ ആരാണ് പി സി ജോർജിനെ ഭയപ്പെടുന്നത്? ഒരു സീറ്റ് പോകുന്നതാണോ ബിജെപിയുടെ പ്രശ്നം? കാരണം ബിജെപിയുടെ നേതാക്കന്മാരെല്ലാം പത്തനംതിട്ടയും അതുപോലെ തന്നെ മറ്റുള്ള സീറ്റിനും വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പി എസ് ശ്രീധരൻപിള്ള, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഇപ്പൊ ഗോവ ഗവർണർ സ്ഥാനം ഏതാണ്ട് സമയം കഴിയാറായി. അപ്പോൾ വീണ്ടും തിരിച്ചു വരുമ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അവിടെ ശ്രീധരൻപിള്ള മത്സരിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വാർത്ത ആരുണ്ടാക്കുന്നതാണ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്നതെന്ന ചോദ്യം പോലും ബലപ്പെടുകയാണ്. അകത്തുള്ള ശത്രുവാണോ പുറത്തുള്ള ശത്രുവാണോ പി സി ജോർജിനെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ പി സി ജോർജിനെ ലക്ഷ്യം വെക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പി സി ജോർജ് ഇവിടെ മത്സരിച്ചാൽ? ഇത്രയും കാലം പലരും മത്സരിച്ചു, ജയസാധ്യത കൂടുതൽ, ജയസാധ്യത കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ 2 സ്ഥലത്ത് മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പറയുന്നു പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ മത്സരിക്കണം, സുരേന്ദ്രൻ മത്സരിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശ്രീധരൻപിള്ള മത്സരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ബിജെപിയിലേക്ക് വന്ന പി സി ജോർജിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേട്ടയാടുന്നത്? അത് ആഭ്യന്തര ശത്രുക്കളാണോ, അതോ പുറത്തുനിന്നുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പി സി ജോർജിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്.